ഹായ് എവ്രി വൺ, വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സി ഒ എയുടെ തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് മൊഡ്യൂളിന്റെ തേർഡ് പാർട്ട്, ദാറ്റ് ഇസ് ഡീലിംഗ് വിത്ത് ബസ് സ്ട്രക്ചർ. അപ്പോൾ ബസ് സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ വേരിയസ് പാർട്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നതാണ് ബസ് സ്ട്രക്ചറിന്റെ ശരിക്കുള്ള പേർപ്പസ്. സോ ബസ് സ്ട്രക്ചറിന്റെ ശരിക്കുള്ള പേർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെ തമ്മിലാണ്? ബിറ്റ്വീൻ വേരിയസ് പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഈ വേരിയസ് പാർട്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ഓൾറെഡി. മെമ്മറി, പ്രൊസസ്സർ, IO ഡിവൈസസ് എല്ലാമാണ് ഈ വേരിയസ് കമ്പ്യൂട്ടറിന്റെ പല കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ബസ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് കാണേണ്ടുന്ന ബസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം കാണണം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന കൺട്രോൾ ബസ്, CB, അഡ്രസ് ബസ്, ഡേറ്റാ ബസ് എല്ലാം പലതരം ബസ്സുകളാണ്. സോ ബസ് എന്ന് പറയുന്നത് ശരിക്കും പാരലലി റൺ ആകുന്ന കുറച്ച് വയേഴ്സ് അല്ലെങ്കിൽ ലൈൻസ് ആണ്. പാരലലി റണ്ണിങ് വയേഴ്സോ ലൈൻസ്. ഇത് ശരിക്കും എന്തിനാണ്? ഡേറ്റയെയോ കൺട്രോൾ സിഗ്നലിനെയോ അഡ്രസ്സിനെയോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. സോ ഇറ്റ് ഈസ് ഫോർ ട്രാൻസ്ഫറിങ് ഓഫ് ഡേറ്റ, അഡ്രസ് ഓർ കൺട്രോൾ സിഗ്നൽസ്. ഇവയെല്ലാം ട്രാൻസ്ഫർ ചെയ്താലേ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. സോ ഇറ്റ് ഈസ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഡേറ്റ, അഡ്രസ് ഓർ കൺട്രോൾ സിഗ്നൽസ്. ഇനി സോ ബസ് ബേസിക്കലി എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ബസ് ആക്ച്വലി ആക്ട് ആസ് ഷെയർഡ് മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കോമ്പണൻസ്. കമ്പ്യൂട്ടറിന്റെ പല കോമ്പണൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഷെയർഡ് മീഡിയം ആണ് ആക്ച്വലി ബസ് എന്ന് പറയുന്നത്. സോ ബസ് ആക്ട് ആസ് എ ഷെയർഡ് മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബസ്സിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. ബസ് മെയിൻലി 3 ടൈപ്സ് ഓഫ് ലൈൻസ് ആണ് ഉള്ളത്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന 3 ടൈപ്സ് ഓഫ് ലൈൻസ്. ഒന്ന് കൺട്രോൾ ബസ്, അഡ്രസ് ബസ്, ഡേറ്റ ബസ്. ഈ CB എന്ന് എഴുതിയിരിക്കുന്നത് കൺട്രോൾ ബസ്, AB അഡ്രസ് ബസ്, DB ഡേറ്റ ബസ്. ഇതിനെല്ലാം കൂടെ നമ്മൾ പറയുന്ന പേരാണ് അപ്പോൾ സിസ്റ്റം ബസ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് സിസ്റ്റം ബസ്. സോ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഡേറ്റ ബസ് എന്താണെന്നുള്ളതാണ്. സോ ബേസിക്കലി ഡേറ്റ ബസ് എന്ന് പറയുന്നത്, ആസ് ദ നെയിം സജസ്റ്റ്, ഇറ്റ് ക്യാരി ഡേറ്റ ബിറ്റ്വീൻ ദ കോമ്പണൻസ്. ഇറ്റ് ക്യാരി ഡേറ്റ ബിറ്റ്വീൻ കോമ്പണൻസ്. അടുത്തത് ഈ ഡേറ്റാ ബസിന്റെ ആക്ച്വലി ഡേറ്റാ ബസ് എന്തോരം ഡേറ്റ ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയണം. സോ ഡേറ്റാ ബസിന്റെ വിഡ്ത്ത് അനുസരിച്ചാണ് അതിൽ കൂടി എത്ര ബിറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം എന്നത് തീരുമാനിക്കുന്നത്. സോ വിഡ്ത്ത് ഓഫ് ദ ഡേറ്റാ ബസ് ഡിസൈഡ്സ് how many bits of data that it can transfer. Width of the data bus determines the bit of data that can be transferred. Data that can be transferred എന്നുള്ളത് ഡേറ്റാ ബസിന്റെ വിഡ്ത്ത് ആണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 64 ബിറ്റ് പ്രോസസർ ആണ് എങ്കിൽ 64 ബിറ്റ് ഡേറ്റ അറ്റ് എ ടൈം അതിൽ കൂടെ സെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ബേസിക്കലി ദീസ് ആർ ബൈ ഡയറക്ഷണൽ. ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഡേറ്റാ ബസിലേക്കുള്ള കണക്ഷൻസ് മൂന്നും നമ്മൾ ഡബിൾ ആരോ ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ബൈ ഡയറക്ഷണൽ ഇൻ നേച്ചർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. CPU തമ്മിലും CPU-ൽ നിന്ന് മെമ്മറിയിലേക്ക് IO ഡിവൈസിലേക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓൾ അബൌട്ട് ഡേറ്റാ ബസ്. ഇനി നമുക്ക് കാണേണ്ടത് നെക്സ്റ്റ് തിങ് വന്നിട്ട് അഡ്രസ് ബസിനെ കുറിച്ചാണ്. സോ അഡ്രസ് ബസ്, ആസ് ദ നെയിം സജസ്റ്റ്, ഇത് മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാനുള്ള മെമ്മറി ലൊക്കേഷന്റെയോ IO ഡിവൈസിന്റെയോ അഡ്രസ് ട്രാൻസ്ഫർ ചെയ്യാൻ. സോ ബേസിക്കലി ഇറ്റ് ഡീൽസ് വിത്ത് ദ അഡ്രസ് ട്രാൻസ്ഫർ ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഓർ IO ഡിവൈസ് ദാറ്റ് നീഡ് ടു ബി ആക്സസ്ഡ്. സോ ഇറ്റ് ഈസ് ടു ട്രാൻസ്ഫർ അഡ്രസ്. ബേസിക്കലി എന്തിന്റെ അഡ്രസ് ആണ്? ആക്സസ് ചെയ്യാനുള്ള മെമ്മറി ലൊക്കേഷന്റെയോ IO ഡിവൈസിന്റെയോ. സോ ഇത് മെമ്മറി ലൊക്കേഷൻസ് ഓർ IO ഡിവൈസസ് കറസ്പോണ്ടിങ് അഡ്രസ് ആണ് സെൻഡ് ചെയ്യാനുള്ളത്. ഏതാണോ മെമ്മറി ലൊക്കേഷൻ ആണോ IO ഡിവൈസ് ആണോ ആക്സസ് ചെയ്യാനുള്ളത് അതിന്റെ കറസ്പോണ്ടിങ് അഡ്രസ്. ആൻഡ് അഗെയിൻ അഡ്രസ് ബസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നതും നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്രസ് ബസിന്റെ വിഡ്ത്ത് ആണ് മാക്സിമം അഡ്രസ്സബിൾ മെമ്മറി എത്രയാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നേരത്തെ ഡേറ്റാബേസിന്റെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ വിഡ്ത്ത് എത്രയാണോ അതനുസരിച്ചായിരിക്കും എത്ര മെമ്മറി ലൊക്കേഷൻസ് അഡ്രസ് ചെയ്യാൻ പറ്റും എന്ന് കറസ്പോണ്ടിങ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ തീരുമാനിക്കുന്നത്. അപ്പോൾ മാക്സിമം അഡ്രസ്സബിൾ മെമ്മറി ലൊക്കേഷൻസ് എത്രയാണെന്ന് ഈ അഡ്രസ് ബസിന്റെ വിഡ്ത്ത് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് തിങ്, ഇപ്പോ ഒരു n അഡ്രസ് ബസ് ഉണ്ടെങ്കിൽ മാക്സിമം മെമ്മറി സൈസ് പെർമിസിബിൾ ആയിട്ടുള്ളത് 2n ആയിരിക്കും. 2n മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് പറ്റും. ഇപ്പൊ 32 ബിറ്റ് അഡ്രസ് ബസ് ആണ് എങ്കിൽ കറസ്പോണ്ടിങ് 232 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് 4 GB ഓഫ് മെമ്മറി അതിൽ ഉണ്ടാവും.
സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് അഡ്രസ് ബസ്. ഇനി ആൻഡ് അഗൈൻ സോറി, ഇത് യൂണിഡയറക്ഷണൽ ആണ്. അതായത് ഇന്ന് നോക്കിയാൽ അറിയാം സി പി യുവിൽ നിന്ന് മാത്രമാണ് അതിന്റെ ഒരു ആരോ വരുന്നത്. സി പി യുവിന് മാത്രമാണ് ആക്ച്വലി അഡ്രസ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഫെച്ച്ഡ് ബൈ ദ മെമ്മറി ആൻഡ് ദ IO. അതാണ് അത് യൂണിഡയറക്ഷണൽ ആരോ വെച്ച് കാണിച്ചിരിക്കുന്നത്. സി പി യുവിൽ നിന്ന് താഴേക്കും ബാക്കി രണ്ടും അഡ്രസ് ബസ്സിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് അഡ്രസ് ബസ്. ഇനി നമ്മൾക്ക് കാണാനുള്ളത് കൺട്രോൾ ബസ്സിനെ കുറിച്ചാണ്. കൺട്രോൾ ബസ്. അപ്പോൾ കൺട്രോൾ ബസ് CB മെയിൻലി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ കണ്ടിരുന്നു. ഒരു കൺട്രോൾ യൂണിറ്റ് ആണ് ഈ എൻറ്റയർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നൽസിനെയും ടൈമിംഗ് സിഗ്നൽസിനെയും ജനറേറ്റ് ചെയ്യുന്നത്. ഈ ജനറേറ്റ് ചെയ്ത സിഗ്നൽസിനെ ക്യാരി ചെയ്യാനുള്ള കറസ്പോണ്ടിങ് ബസ് ആണ് ആക്ച്വലി കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. സോ ദിസ് ബേസിക്കലി ക്യാരി ദ കൺട്രോൾ സിഗ്നൽസ്. കൺട്രോൾ സിഗ്നൽസ് ആണ് ഫോർ ദ ടൈമിംഗ് ആൻഡ് സിങ്ക്രണൈസേഷൻ ഓഫ് ഓൾ ദ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. സോ ഇത് ബേസിക്കലി റീഡ് ഓർ റൈറ്റ് സിഗ്നൽ അല്ലെങ്കിൽ ഇൻറപ്റ്റ് സിഗ്നൽ ഒക്കെ ആയിരിക്കാം. ഇതാണ് ബേസിക് കമാൻഡ്സ് ആയിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് അവിടെ എത്തേണ്ടതെന്ന് പറയുന്നത് റീഡ് റൈറ്റ് അല്ലെങ്കിൽ ഇൻറപ്റ്റ്, ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, ഈ റീഡിലോ റൈറ്റിലോ ഇൻറപ്റ്റ് സിഗ്നലിലോ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, ഓക്കെ, ആ കറസ്പോണ്ടിങ് കണ്ടീഷൻ ഓഫ് ദ കൺട്രോൾ സിഗ്നൽ. ഇതിപ്പോ ഈ റീഡ് റൈറ്റ് ഇൻറപ്റ്റ് എന്ന് പറഞ്ഞതാണ് കൺട്രോൾ സിഗ്നൽ എങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കറസ്പോണ്ടിങ് കണ്ടീഷൻ എന്താണ്? ആ condition of the control signal indicates actually what the processor is expected to do with the data. പ്രോസസ്സർ ഡേറ്റയെ വെച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നത് ഈ കണ്ടീഷൻ ആണ് പറയുന്നത്. സോ കണ്ടീഷൻ ഇൻ ദ കൺട്രോൾ സിഗ്നൽ ഡിറ്റർമൈൻസ് വാട്ട് പ്രോസസ്സർ is expected to do with the data. അതിപ്പം റീഡ് ആവാം, റൈറ്റ് ആവാം. സോ ആ കാര്യം കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നലിലുള്ള കമാൻഡ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ് കറസ്പോണ്ടിങ് ഡേറ്റയിൽ ആ പ്രോസസ്സർ ചെയ്യേണ്ടത് എന്നത്. ദിസ് ഇസ് ഓൾ അബൌട്ട് കൺട്രോൾ സിഗ്നൽ. ഇനി നമ്മൾക്ക് അറിയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനെയും പേർപ്പസിനെയും ബേസ് ചെയ്ത് ബസ് 2 ടൈപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓർഗനൈസേഷനെയും പേർപ്പസിനെയും ബേസ് ചെയ്ത് ബസ് 2 ടൈപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ബസ്സും മൾട്ടിപ്പിൾ ബസ്സും. അപ്പോൾ ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ആണ് നമുക്ക് ആക്ച്വലി ഇനി കാണാനുള്ളത്. അപ്പോൾ ഈ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സിംഗിൾ ബസ് എന്താണ്, ആസ് യൂഷ്വൽ സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻ. നമുക്ക് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ ആദ്യം കാണാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ ബസ് ആൻഡ് മൾട്ടിപ്പിൾ ബസ്, ദാറ്റ് വിൽ ബി മോർ ദാൻ ഇനഫ് ഫോർ ദ സെഷൻ. അപ്പോൾ സിംഗിൾ ബസിന്റെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ ലൈൻ അല്ലെങ്കിൽ വയർ എന്ന് പറയുന്ന ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും. സിംഗിൾ ബസിന്റെ കമ്മ്യൂണിക്കേഷൻ ലൈൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻ ആണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വയർ ആണ്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് മറ്റേത് മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ സിംഗിൾ എന്ന് പറയുന്നത് അത് ഷെയർഡ് ബൈ ഓൾ കമ്പോണൻസ്. ഈ ഒറ്റ ലൈൻ ആണ് എല്ലാ കോമ്പോണൻസിനെയും ഷെയർ ചെയ്യുന്നത്. ഒറ്റ ലൈൻ എല്ലാ കോമ്പോണൻസും ഷെയർ ചെയ്തായിരിക്കും എടുക്കുന്നത്. പക്ഷെ അപ്പോൾ മൾട്ടിപ്പിളിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കണ്ട ബസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആക്ച്വലി മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് മീൻസ് ഡേറ്റയ്ക്കും കൺട്രോളിനും അഡ്രസ്സിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവും. എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. അപ്പം ഇവർ തമ്മിൽ ഷെയർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നോട്ട് ഷെയർഡ് മീഡിയം, ഒരു ഷെയർഡ് മീഡിയം ആയിരിക്കില്ല അതിലുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് കാണാം. എന്താണ് സിംഗിളിന്റെയും മൾട്ടിപ്പിളിന്റെയും അഡ്വാൻറ്റേജ് എന്നുള്ളത് നമുക്കറിയണം. സിംഗിൾ ബസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ ഡിസൈൻ ആയിരിക്കും, വളരെ എളുപ്പമാണ്, ഷെയർഡ് ആണ്, ഒരൊറ്റ ലൈൻ മതി, എല്ലാവരും ഷെയർ ചെയ്തെടുക്കും. ആൻഡ് ലോ കോസ്റ്റ് ആയിരിക്കും, ബിക്കോസ് സിംഗിൾ ലൈനിന്റെ മാത്രം കാര്യം നോക്കിയാൽ മതിയല്ലോ. സോ ഇറ്റ് വിൽ ബി ലോ കോസ്റ്റ്. പക്ഷേ അപ്പോൾ മൾട്ടിപ്പിളിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈ പെർഫോമൻസും ആയിരിക്കും. കണ്ടന്റേഷൻ, ഓരോ കണ്ടന്റ് അറ്റ് എ ടൈം ഒരെണ്ണം മാത്രമേ അതിൽ കൂടെ പാസ് ചെയ്യുള്ളൂ. സോ ഹൈ പെർഫോമൻസ് ആൻഡ് കണ്ടന്റേഷൻ ആയിരിക്കും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ആക്ച്വലി കാണാം. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, അത് അഡ്വാൻറ്റേജസ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന രണ്ട് സ്ട്രക്ചറിന്റെയും ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഷെയർഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പീഡ് ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് സ്പീഡാണ് സിംഗിൾ ബസ് സ്ട്രക്ചറിന്റെ ഒരു ലിമിറ്റേഷൻ. വേറെ മൾട്ടിപ്പിൾ ബസ് സ്ട്രക്ചറിന്റെ ലിമിറ്റേഷൻ അതിന്റെ കോംപ്ലക്സ് സ്ട്രക്ചറും എക്സ്പെൻസും ആണ് ഇതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. നിങ്ങൾക്ക് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നെക്സ്റ്റ് ഡേ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.